I am Ennemcien. Question Master. Photoelectric effect. Explain Einstein's picture of photo. ഈ വേവ് തിയറി ഉപയോഗിച്ച് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ വന്നതുകൊണ്ടാണ് ഐൻസ്റ്റൈൻ ഈ ഫോട്ടോൺ തിയറി ഫോം ചെയ്തത്. അതിൽ ഐൻസ്റ്റൈന് മുമ്പ് തന്നെ ഇത് മാക്സ് പ്ലാങ്ക് തെർമൽ റേഡിയേഷന് വേണ്ടി എനർജി ഇങ്ങനെ പാക്കറ്റ്സ് ആയിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ക്വാണ്ടം ഓഫ് എനർജി. പക്ഷേ ഐൻസ്റ്റൈൻ അതിനെ ഒന്നൊന്ന് മോഡിഫൈ ചെയ്തു. മറ്റേ ഒരു എനർജി പാക്കറ്റായിട്ടാണ് മാക്സ് പ്ലാങ്ക് അവതരിപ്പിച്ചത്. ഐൻസ്റ്റൈൻ അതിനൊരു പാർട്ടിക്കിൾ സ്വഭാവം കൊടുത്തു. ഫോട്ടോണിനൊരു സ്വഭാവമുണ്ട്, ലൈറ്റിന് പൊതുവെ റേഡിയേഷൻ. ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും അത് പാർട്ടിക്കിൾ സ്വഭാവമാണ് കാണിക്കുക. അറ്റ് ദി ടൈം ഓഫ് ബർത്ത് ആൻഡ് ടൈം ഓഫ് ഡെത്ത് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് പാർട്ടിക്കിൾസ്. അതായത് ഇടയ്ക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വേവ്സ് ആയിട്ടാണ് പോകുന്നത്. ഇതൊക്കെ വിശദീകരിക്കാനുള്ളതേ ഉള്ളൂ, വിശദീകരിക്കാം, പക്ഷെ നമുക്കിപ്പോൾ അത് ആവശ്യമില്ല. ഇനിയും നമുക്കറിയാം, ഈ ഐൻസ്റ്റൈൻ്റെ 3 പ്രത്യേകത അദ്ദേഹത്തിന് കൊടുത്തു. വെൽ ഡിഫൈൻഡ് എനർജി പാക്കറ്റാണ് ഫോട്ടോ. അത് അതിന് പാർട്ടിക്കിളിൻ്റെ സ്വഭാവമുണ്ട്. അതായത് മൊമെൻറ്റം എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ, ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവ്. ഒരു മാർബിൾ ബോള് മറ്റൊരു ബോളിനെ ചെന്ന് ഇടിക്കുമ്പോൾ ആക്ഷന് മൊമെൻറ്റം ട്രാൻസ്ഫർ. രണ്ടാമത്തെ മാർബിൾ ബോൾ തെറിക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ടാണ്. കുറച്ച് നേരം ആലോചിച്ചിട്ട് ഞാൻ തെറിക്കണോ വേണ്ട എന്ന് ആലോചിച്ചിട്ടല്ലല്ലോ തെറിക്കുന്നത്. ഇടി കൊണ്ടാൽ അപ്പോഴേ തെറിക്കുക. അതാ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ്. അല്ലാത്തത് ഡിലേയ്ഡ് പ്രോസസ്സാണ്. ചില പിള്ളേരുണ്ട് അടിച്ചാൽ ഓട്ടം കരി, അത് ഇൻസ്റ്റൻറ്റേനിയസാണ്. ചില പിള്ളേരുണ്ട് തല്ലി കൊട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ആലോചിക്കും, എന്നിട്ട് വിതുമ്പി പിന്നെ കരയും. ദാറ്റ് ഇസ് ഡിലേയ്ഡ് പ്രോസസ്സ്. പക്ഷേ എല്ലാ കൊളിഷൻ പ്രോസസ്സും ഇൻസ്റ്റൻറ്റേനിയസാണ്. മാങ്ങയിലോട്ട് കല്ല് കൊണ്ട് കഴിഞ്ഞാൽ ഉടനെ അത് ചിന്തിച്ചേച്ച് കുറേ ചിന്തിച്ചിട്ടാണ് പറഞ്ഞ് താഴെ വീഴും. അപ്പോഴേ ഇൻസ്റ്റൻറ്റേനിയസ് ആക്ഷൻ. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റേനിയസ് ആക്ഷൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ കണ്ടതുകൊണ്ട് ആണ് ഐൻസ്റ്റൈനിന് പാർട്ടിക്കിൾ നേച്ചർ ചിലത് കൊടുത്തത്. അപ്പോൾ ഇതിന് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് കൈയോടെ മൊമെൻറ്റവും എനർജിയും പാർട്ട് ചെയ്യാനുള്ള കഴിവുള്ള ഒരു പാർട്ടിക്കിൾ സ്വഭാവം അദ്ദേഹം കൊടുത്തു. മറ്റൊന്ന് ഇലാസ്റ്റിക് കൊളിഷൻ. 2 മെറ്റീരിയൽ പാർട്ടിക്കിൾസ് തമ്മിൽ ഇലാസ്റ്റിക് കൊളിഷൻ നടത്തുന്നത് പോലെ ഫോട്ടോണിനും അറ്റോമിക് പാർട്ടിക്കിൾസിനുമായിട്ട് ചെന്ന് ഇടിക്കുമ്പോൾ നടത്താൻ സാധിക്കുമെന്നും അദ്ദേഹം അനുമാനിച്ചു. അപ്പോൾ ഈ 3 പോയിൻറ്റ്സാണ് അദ്ദേഹം ഇതിന് കൊടുത്തത്. നമ്പർ 1, ഈച്ച് ഫോട്ടോൺ ഈസ് എ വെൽ ഡിഫൈൻഡ് പാക്കേജ് ഓഫ് എനർജി ഡിപ്പെൻഡിങ് ഓൺ ഫ്രീക്വൻസി E=h². അതിൽ ഐൻസ്റ്റൈൻ്റെ കോൺട്രിബ്യൂഷൻ കാര്യമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഉണ്ട്. അത് ഇതിൻ്റെ അല്പം ഹയർ ലെവലിൽ വരുന്നതാണ്. അതിപ്പോൾ നമുക്ക് അത് ആവശ്യമില്ല. അത് അടുത്ത ഒരു ചോദ്യത്തിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. രണ്ടാമത്തെ പോയിൻ്റ് ഞാനൊന്നുകൂടെ പറയാം. 1, ഈച്ച് ഫോട്ടോൺ ഈസ് എ വെൽ ഡിഫൈൻഡ് പാക്കേജ് ഓഫ് എനർജി ഡിപ്പെൻഡിങ് ഓൺ ഫ്രീക്വൻസി. സെമിക്കോളൻ ഇട്ടിട്ട് E=h². സെക്കൻഡ് പ്രോപ്പർട്ടി, instead of considering as a simple packet of energy, Einstein assigned, പതിച്ചു കൊടുക്കുക, അതിന് സങ്കല്പിച്ച് കൊടുക്കുക, അതിന് അസൈൻ ചെയ്യുക, assigned a particle nature capable of instantaneous transfer of momentum and energy
two atomic particles on interaction. ചെന്ന് തട്ടണം, തട്ടുമ്പോഴാണ് ഈ സ്വഭാവം ഉണ്ടാകുന്നത്. Number 3, Einstein's photon is capable of elastic collision with atomic particles like any other material particles. ഇത് മൂന്നെണ്ണം. These three are the special properties assigned by Albert Einstein to his photon. Next question. Give 3 properties which prove the particle nature of photon. 1. Instantaneous transfer of momentum and energy during its interaction with electrons in photoelectric emission or effect. Number 1, ഒന്നുകൂടെ വായിക്കാം. ഇൻസ്റ്റൻറ്റേനിയസ്, ഉടനടി കൊടുക്കുക, ട്രാൻസ്ഫർ ചെയ്യുക. ഇൻസ്റ്റൻറ്റേനിയസ് ട്രാൻസ്ഫർ ഓഫ് മൊമെൻറ്റം ആൻഡ് എനർജി ഡ്യൂറിങ് ഇറ്റ്സ് ഇൻറ്ററാക്ഷൻ വിത്ത് electrons in photoelectric effect. Number 2, a definite value of spin. നമുക്കറിയാം, ഈ കുഞ്ഞൻ പാർട്ടിക്കിളാണ് ഫോട്ടോൺ. ഐൻസ്റ്റൈൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോണും അതുപോലെ തന്നെയുള്ള ഒത്തിരിയേറെ എലമെൻ്ററി പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതൊക്കെ വളരെ എനർജറ്റിക്, ഒരിക്കലും വെറുതെ ഇരിക്കില്ല. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിങ്ങൾ പിരിപിരിപ്പാണ്, അടന്നു പോകുന്നതിനിടയ്ക്ക് ഉരുണ്ട് കളി, അടങ്ങിയിരിക്കില്ല. പക്ഷേ 10-40 വയസ്സുള്ള ഒരു തടിയനെ ഇതുപോലെ ചെയ്യും, അത് പതുങ്ങി അത് അവിടെ ഇനേർഷ്യ ഉണ്ട്. ഇതുങ്ങൾക്ക് ഇനേർഷ്യ ഫാക്ടർ ഇല്ല, എപ്പോഴും എനർജറ്റിക്കാണ്. അപ്പോൾ ഈ സ്പിന്ന് ഉണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഫോട്ടോൺസിന് സ്പിന്നുണ്ട് എന്ന് സങ്കല്പിച്ചാലേ അത് വിശദീകരിക്കാൻ പറ്റത്തുള്ളൂ. അവിടാണ് ഈ വെൽ ഡിഫൈൻഡ് എനർജി പാക്കറ്റ് എന്ന് ആദ്യം പറഞ്ഞത് കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ. അതിപ്പോൾ എനിക്ക് അധികം അങ്ങോട്ട് വിശദീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ പോസ്റ്റിങ്ങിൽ. സമയം പോകും, നിങ്ങൾക്കോട്ട് ഗ്രഹിക്കാനും പറ്റില്ല. എനിക്ക് വേറെ കാരണമുണ്ട്, എൻ്റെ ഹയർ ഫിസിക്സിൻ്റെ പോസ്റ്റിങ്ങിൽ ഞാൻ ഇതെല്ലാം ചർച്ച ചെയ്യാറുണ്ട്. നമ്പർ 3, confinement of energy equals h nu within a limited space during interaction with matter. അത് പാർട്ടിക്കിളിൻ്റെ സ്വഭാവമാണ്. വേവ് എന്ന് പറഞ്ഞ സ്പേസ് അങ്ങ് പടർന്ന് കിടക്കുന്നതാണ്. നമുക്കറിയാം, വെള്ളത്തിൽ ഓളങ്ങളുണ്ടാകുമ്പോൾ അതോടൊപ്പം ഒതുങ്ങി നിൽക്കുന്നില്ല, അതങ്ങ് വെള്ളപ്പരപ്പിൽ അങ്ങ് സ്പ്രെഡ് ചെയ്യുക. സൺലൈറ്റ് സൂര്യനിൽ നിന്ന് വരുമ്പോൾ ഇതങ്ങ് സ്പേസ് സ്പ്രെഡ് ചെയ്തിരിക്കുക. പക്ഷേ പാർട്ടിക്കിളിൻ്റെ സ്വഭാവം എന്താ? അത് ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റിയിൽ, ഒരു ലൊക്കേഷനിൽ ലോക്കലൈസ്ഡാണ്. എന്നെ ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്ന എന്നെ ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് കാണാൻ പറ്റില്ല, ഞാൻ ലോക്കലൈസ്ഡാണ്. ബിക്കോസ് ഐ ആം എ കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ സ്വഭാവം സ്പേസിൽ ഒരു ചുരുങ്ങിയ സ്ഥലത്ത് അതിൻ്റെതായ ആവശ്യമുള്ള സ്ഥലത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുക എന്നുള്ള പാർട്ടിക്കിളിൻ്റെ സ്വഭാവം. ഫോട്ടോൺ അത് കാണിക്കുന്നുണ്ട്. ഇൻറ്ററാക്ഷൻ നടക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, കോംപ്റ്റൺ എഫക്റ്റ്, ഇങ്ങനെ പല എഫക്റ്റുകളിലായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇതൊരു ചെറിയ സ്പേസിൽ കൺഫൈൻഡാണ്, അത് പാർട്ടിക്കിളിൻ്റെ സ്വഭാവം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ. അപ്പോൾ കൺഫൈൻമെൻറ്റ് ഓഫ് എനർജി ഈക്വൽസ് എസ് ന്യൂ. അവിടെ പ്ലാങ്ക്സ് കോൺസെപ്റ്റിൽ നിന്ന് അദ്ദേഹം ഒന്നുകൂടെ മോഡിഫൈ ചെയ്തത്. കൺഫൈൻമെൻറ്റ് ഓഫ് എനർജി ഈക്വൽസ് എസ് ന്യൂ വിത്തിൻ എ ലിമിറ്റഡ് സ്പേസ് during interaction with matter or material particles such as electrons or any other atomic particles. These 3 are the points. Another question. The work function for a certain metal is 4.2 electron volt. Will this material give photoelectric emission for incident radiation of wavelength 330 നാനോമീറ്റർ? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വർക്ക് ഫങ്ഷൻ അങ്ങ് വർക്ക് ഫങ്ഷൻ തന്നിട്ടുണ്ട്. 50 ഈക്വൽസ് h nu 0, ദറ്റ് ഈസ് 4.2 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ 4.2 ഇലക്ട്രോൺ വോൾട്ട് മിനിമം എനർജി വേണം
ഈ മെറ്റലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യാൻ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നേരത്തെ പോസ്റ്റിങ്ങിൽ ചർച്ച ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഇവിടെ വീഴുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് 330 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 330 × 10⁻⁹ മീറ്റർ. ഇതിൻ്റെ എനർജി ഈക്വലൻ്റ് കണ്ട് എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ hc/λ. ആ കിട്ടുന്നത് ജൂളിലാണ്. അതിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ E കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1.6 × 10⁻⁹. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടങ്ങ് ഈ ഇട്ടുണ്ടെങ്കിൽ പോയാൽ മതി. അപ്പോൾ E = hν/E⁴ ഇട്ട് കഴിയുമ്പോൾ നേരിട്ട് ഇലക്ട്രോൺ വോൾട്ട് കിട്ടുക. എച്ച് സി 3 × 10⁸ ഇതെല്ലാം കൂടെ ഇട്ട് കഴിയുമ്പോൾ ദി ആൻസർ ഈസ് 3.8 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ വീഴുന്ന ലൈറ്റ് റേഡിയേഷൻ്റെ വീഴുന്ന ഫോട്ടോണിന് 3.8 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ളൂ. മിനിമം 4.2 എങ്കിലും വേണം ആ മെറ്റലിൽ. അതിനൊക്കെ കുറവല്ലേ ഇപ്പോൾ വീഴുന്നത്. സോ എമിഷൻ ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് 3.8 ഈസ് ലെസ് ദാൻ ദി ത്രെഷോൾഡ് photoelectric work function. So that emission is not possible. That is the answer. Another one. The photoelectric cut-off voltage in a certain experiment is 1.5 volts. What is the maximum kinetic energy of photoelectrons emitted? Cut-off voltage എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന അർത്ഥം. നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, മാക്സിമം കൈനറ്റിക് എനർജി ½ മാക്സിമം. ഇതിനെ സപ്രസ് ചെയ്യുന്ന വോൾട്ടേജ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ VS ആണ്. സപ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജി E × V. സോ ½ മാക്സിമം സ്ക്വയർ V² മാക്സിമം = EVS. അതിപ്പോൾ ഈ വോൾട്ടേജ് ഇനി പിൻവലിച്ച് കഴിഞ്ഞാൽ ഇത്രയും കൈനറ്റിക് എനർജിയോടുകൂടി അത് പുറത്ത് ചാടും ഇലക്ട്രോൺസ്. അപ്പോൾ എത്ര മാക്സിമം കൈനറ്റിക് എനർജിയോടുകൂടിയുള്ള ഇലക്ട്രോൺസ് ഇതിൽ നിന്ന് പുറത്ത് ചാടാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ VS അപ്ലൈ ചെയ്താലേ ഇത് പുറത്ത് ചാടാതിരിക്കത്തുള്ളൂ. അപ്ലൈ ചെയ്തില്ലേ ഇത് പുറത്ത് ചാടുന്നത് ഈ കൈനറ്റിക് എനർജിയില്ല. അപ്പോൾ E × VS that is 1.6 × 10⁻⁹ VS is 1.5. That is 2.4 × 10⁻⁹ joule. That is the answer. That's true. Another question. In an experiment on photoelectric effect, the slope of the stopping potential versus frequency of incident light is found to be 4.12 × 10⁻⁻15 volt/second. Estimate the value of Planck's constant. That is the question. ഇപ്പോൾ ഈ ഗ്രാഫൊക്കെ നേരത്തെ ഞാൻ ചർച്ച ചെയ്തതാണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വെർട്ടിക്കൽ ആക്സിസിൽ, ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഹൊറിസോണ്ടൽ ആക്സിസിൽ, μ0 ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. μ0 ഇന്ന് ഇത് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ EVS = ½ V² maximum. That is equal to Einstein's equation. This is equal to h × nu minus μ0. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ BC/AC, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, BC/AC സ്ലോപ്പ്. BC എന്ന് പറഞ്ഞാൽ ഏതാ? VS സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. VS/AC എന്ന് പറഞ്ഞാൽ nu minus μ0. VS/nu minus μ0 അതാണ് സ്ലോപ്പ്. ഈ ഇക്വേഷനിൽ നിന്ന് VS/nu minus μ0 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? h/E. ചുരുക്കത്തിൽ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ h/E ആ. സോ h = E × സ്ലോപ്പ് ഈക്വൽസ് E എത്ര? 1.6 × 10⁻⁹ സ്ലോപ്പ് തന്നിട്ടുണ്ട് 4.12 × 10⁻⁻15. Answer is 6.59 × 10⁻34 joules/second. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പിൻ്റെ വോൾട്ട് സെക്കൻഡ് എനിക്ക് ശരിയില്ലയോ? വോൾട്ട് സെക്കൻഡ്സ്
വി എസ് ബൈ ന്യൂ മൈനസ് ന്യൂ സീറോ. വി എസിൻ്റെ യൂണിറ്റ് വോൾട്ട്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് പെർ സെക്കൻഡ് എന്നാണ്. അപ്പോൾ വോൾട്ട് ബൈ 1/സെക്കൻഡ്. 1/സെക്കൻഡ്, സെക്കൻഡ് അങ്ങോളി പോകുമ്പോൾ വോൾട്ട് സെക്കൻഡ് എന്ന് വരും. ആ സ്ലോപ്പിൻ്റെ ചോദ്യത്തിൽ തന്ന യൂണിറ്റ്. ദാറ്റ് ഈസ് ദി ആൻസർ. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് ഡൺ. Another point. Why wave theory fails to explain photoelectric effect? According to observation or experiments conducted on photoelectric effect, now maximum kinetic energy of emitted electrons is related with the frequency of incident light, and it has no relation with intensity. But according to classical theory, electromagnetic wave, intensity of electromagnetic wave is proportional to square of amplitude and is independent of frequency. അപ്പോൾ ഇൻറ്റൻസിറ്റിക്ക് ഫ്രീക്വൻസി ആയിട്ട് റിലേഷനൊന്നുമില്ല, ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറുമായിട്ടാണ് ബന്ധം. അങ്ങനെയുണ്ട് ഇൻറ്റൻസിറ്റി കൂടുമ്പം ആംപ്ലിറ്റ്യൂഡ് കൂടും. ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൈനറ്റിക് എനർജി കൂടി എമിഷൻ നടക്കണമല്ലോ. ബട്ട് ഇൻ ആക്ച്വൽ എക്സ്പെരിമെൻറ്റ് ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ എനർജി ആൻഡ് ദിസ് ഇൻറ്റൻസിറ്റി. സെക്കൻഡ് പോയിൻ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്. വേവിൽ നിന്ന് എനർജി കിട്ടുന്ന ഗ്രാജുവലായിട്ടാണ്. ഓളോണെ സഡൻ എനർജി കിട്ടില്ല. നമുക്കറിയാം, കടൽ തീരത്ത് കിടക്കുന്ന ഒരു സാധനത്തെ തിര വന്നടിച്ചാൽ നിരക്ക് നീങ്ങത്തേ ഉള്ളൂ, ഇടിച്ചു തെറിപ്പിക്കാറില്ല. ചെറിയ തിരകളുടെ കാര്യപ്പോൾ. അപ്പോൾ സുനാമി ഒന്നുമല്ലേ പറഞ്ഞത്. അപ്പോൾ വേവിൽ നിന്നും കിട്ടുന്ന എനർജി കണ്ടിന്യൂസ് ആണ്, അത് സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കത്തുള്ളൂ. ഇൻസ്റ്റൻറ്റേനിയസ് എമിഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ രണ്ട് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഞാനൊന്ന് വായിക്കാം. ദി ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് on frequency of incident light cannot be explained by electromagnetic wave theory of light. Intensity of electromagnetic wave depends on square of amplitude of the electric vector and is independent of frequency. Second point is instantaneous emission of photoelectrons cannot be explained on the basis of wave theory. These are the 2 points. Another one. Threshold frequency of a metal is 10⁻15 Hz. Find the threshold wavelength and work function. Light beams of photon energy values 2 electron volt and 3.5 electron volt are incident on the metal simultaneously. What is the kinetic energy of photoelectrons emitted? Threshold frequency 10⁻15 Hz ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ന്യൂ സീറോ ഈസ് 10⁻15 Hz. എങ്കിൽ ലാംഡ സീറോ ത്രഷോൾഡ് വേവ് ലെങ്ത് ഈസ് c by ന്യൂ സീറോ. ദറ്റ് ഈസ് 3 × 10⁻15 8 divided by 10⁻15 or 3 × 10⁻⁻7 meter or 300 nanometer. 10⁻⁻9 ആക്കുമ്പോൾ 300 ആകും. വർക്ക് ഫങ്ഷൻ കാണാം. വർക്ക് ഫങ്ഷൻ 50 = h ന്യൂ സീറോ. അതിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കുമ്പോൾ ബൈ ഇ. ആൻസർ 4.15 4.1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഇനിയും ചോദിച്ചിരിക്കുന്നത് 2 ഇലക്ട്രോൺ വോൾട്ട് എനർജിയും 3.5 ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള 2 വ്യത്യസ്ത ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഈ മെറ്റലിലോട്ട് വീണാൽ പുറത്തേ ആളുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ്? ഇത് രണ്ടും കൂടെ ചേർത്താൽ 3.5 + 2 5.5 ഇലക്ട്രോൺ വോൾട്ടാണ്. ഇതിനെത്ര ആവശ്യം? 4.1 ഇലക്ട്രോൺ വോൾട്ടാണ് ഇവിടെ ആവശ്യം, ത്രഷോൾഡ്. അതിൽ കൂടുതൽ വരുന്നില്ല. മറ്റേത് 5.5 ഇലക്ട്രോൺ വോൾട്ട് വരുന്നുണ്ട്. എങ്കിൽ പുറത്ത് വരുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ്? 0. എമിഷൻ നടക്കില്ല. കാരണം 2 വ്യത്യസ്ത റേഡിയേഷനാണ്. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ എനർജി ത്രഷോൾഡിനേക്കാൾ കുറവാണ്. ഇത് രണ്ടും കൂടെ ഒരേ സമയത്ത് എന്ന് ഇടിച്ച് ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ തെറിപ്പിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ തെറിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സഫിഷ്യൻ്റ് എനർജി വേണം.
ഇത് രണ്ടും കൂടെ ചെന്ന് ഈ മാവെ പിടിച്ച് കുലുക്കുന്ന പോലെ കുലുക്കി വിരിക്കാൻ ഒക്കുന്നതല്ല. ഇതിന് സ്പിന്നിൻ്റെ പ്രശ്നവും കാര്യമൊക്കെ ഉണ്ട്. സോ വൺ ഫോട്ടോൺ ക്യാൻ എമിറ്റ് ഓൺലി വൺ ഇലക്ട്രോൺ provided energy is sufficient. It must have sufficient energy. Here each photon has energy less than the required threshold frequency. So emission is not possible. ഒരു ഫോട്ടോൺ ചെയ്യേണ്ട ജോലി 2 ഫോട്ടോൺ ചെയ്യാൻ ഒക്കില്ല എന്നർത്ഥം. താങ്ക് യു.